നൈനൂട്ടിയുടെ സ്കൂളിലത്തെ വാർഷികത്തിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പരിപാടിയൊക്കെ കണ്ടു. അതിനുശേഷം നൈനൂട്ടി കഴിക്കാൻ കയറി. കുട്ടികൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. എന്നിട്ട് നേരെ വന്നത് ക്ലാസ് മുറിയിലേക്കായിരുന്നു. നൈനൂട്ടിനെ കണ്ടു മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. 1-2 പ്രോഗ്രാമിനൊക്കെ ഉണ്ടായിരുന്നു നൈനൂട്ടി. അതിനുവേണ്ടി മേക്കപ്പ് ഇടാൻ നേരെ ഓടി വന്നതാണ് ക്ലാസ്സിലേക്ക്. ഇത് നമ്മുടെ നൈനൂട്ടിയുടെ ക്ലാസ് ടീച്ചറാണ്, ഹസീന ടീച്ചർ. ടീച്ചർ വന്നൊരു ഹായൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. നൈനൂട്ടി ഒരുങ്ങിയൊക്കെ നിന്നപ്പോഴാണ് ഒരു ട്രോഫി ഉണ്ടെന്നും പറഞ്ഞ് അവളെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത്. അങ്ങനെ ആ ഒരു ട്രോഫിയൊക്കെ വാങ്ങി നൈനൂട്ടി തിരിച്ച് വന്നിട്ടുണ്ട്. കാരണം ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവർ കൂടെ ഡാൻസ് കളിക്കുന്ന എല്ലാവരെയും പിടിച്ചിവിടെ ഇരുത്തിയിട്ടുണ്ട്. അവരെ മാത്രമല്ല കേട്ടോ, അവിടെ ഡാൻസ് കളിക്കുന്ന എല്ലാ കുട്ടികളെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം ഡ്രസ്സും മേക്കപ്പും ഒക്കെ അവർ അലങ്കോലമാക്കും. അതുകൊണ്ട് ഒരു മൂലയ്ക്ക് എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കലാപരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നൈനൂട്ടീൻ്റെ ഡാൻസ്. ഈ ഒരു ഡാൻസ് കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് ആൾ വേഗം വന്നത് മേക്കപ്പ് ഇടാനാണ്. ഇനി അടുത്തൊരു ഡാൻസും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയ ഡാൻസാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നൈനൂട്ടീൻ്റെ അടുത്ത ഡാൻസ്. ഇതായിരുന്നു നൈനൂട്ടിൻ്റെ അടുത്ത ഡാൻസ്. അവൾ 2 ഡാൻസിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആൺകുട്ടികളുടെ ഒരു തിരുവാതിരകളിയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം സന്ധ്യയായി. പ്രോഗ്രാം ഒന്നും ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.